വളാഞ്ചേരി ഇരുമ്പിളിയം മങ്കേരി ഷെയ്ഖ് ജീലാനി ഇസ്ലാമിക അക്കാദമി വിദ്യാർത്ഥി യൂണിയൻ ഗൗസിയ സ്റ്റുഡന്റ് സെന്റർ സംഘടിപ്പിക്കുന്ന ജീലാനി ഫെസ്റ്റ് ഓഗസ്റ്റ് 31 ശനിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ പ്രസിദ്ധ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് റസൽ ജോയ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഷെയ്ഖ് അബ്ദുറഹീം മുസ്ലിയാർ വളപുരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിക്ക് കല കൊണ്ട് സംരക്ഷണം കവചം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓർക്കിഡ് സ്റ്റുഡൻസിന്റെ ഈ ടീം മുന്നിട്ട് കണ്ട് പരിപാടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന പ്രബന്ധ മത്സരങ്ങൾ, പ്രസംഗ മത്സരങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഈ വിഷയത്തിലൂന്നിയ കാര്യങ്ങളാണ്. ഈ പ്രകൃതിക്ക് സംരക്ഷണത്തിന് വേണ്ടി സെമിനാറുകൾ, പിന്നെ ഡിബേറ്റുകൾ, പിന്നെ ഈ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കും. ഈ മത്സരത്തിൽ നടക്കും. വ്യത്യസ്ത ഉറുദു, അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലുള്ള റോൾ പ്ലേ, ഡിബേറ്റ്, പ്രസംഗങ്ങൾ, കാര്യങ്ങളാണ് മുഖ്യമായിട്ട് നടക്കുക. 2 വേദികളിലായിട്ട് 250ഓളം മത്സരങ്ങളാണ് നടക്കുന്നത്. 3 ടീമുകളാണ് മത്സരിക്കുന്നത്. പ്രധാനമായിട്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ്, ജീലാനി സ്റ്റഡി സെന്റർ പ്രസിഡന്റ് ഹംസ മുസ്ലിയാർ മൂന്നാക്കൽ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ അബ്ദുള്ള മുസ്ലിയാർ കാരപറമ്പ്, കോളേജ് മാനേജർ സുലൈമാൻ ഹുദവി, ജീലാനി സ്റ്റഡി സെന്റർ ജനറൽ സെക്രട്ടറി ഫضലുല്ല ഫൈസി, ട്രഷറർ അബ്ദുൽ മജീദ് ഹുദവി പൂങ്ങോട്, മുസ്തഫ ഹുദവി കോട്ടുമല, മുസ്തഫ ബാഖവി പുറമണൂർ, ഷാഖ് സഹദുല്ല ജീലാനി വളപുരം, നമീർ ജീലാനി റിയാസ് മാസ്റ്റർ കീഴ്ശ്ശേരി, സൽമാൻ മാസ്റ്റർ മോങ്ങം, സമാൻ വണ്ടൂർ തുടങ്ങിയവർ സംബന്ധിക്കും. 4 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ജീലാനി ഫെസ്റ്റ് 2024 70ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന 250ഓളം വ്യത്യസ്ത പരിപാടികൾക്ക് സാക്ഷിയാകും. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ധാർമ്മികതയിൽ ഊന്നിയ കലകളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഗൗസിയ സ്റ്റുഡന്റ് സെന്റർ ജീലാനി ഫെസ്റ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗൗസിയ സ്റ്റുഡന്റ് സെന്റർ സെക്രട്ടറി മുഹമ്മദ് സിനാൻ സി, ട്രഷറർ സൽമാൻ ഇ, മുഹമ്മദ് ഫൈറോസ് കെ എം, സയ്യിദ് മുഹമ്മദ് സക്കി കെ, സിറാജുദ്ദീൻ എൻ, ആദിൽ സുലൈമാൻ കെ, ഫضل റഹ്മാൻ എന്നിവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു.